LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിനിടെ നിരാഹാര സമരം തുടരുന്ന ഉദ്യോഗാർത്ഥിയെ ബലമായി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. സമരക്കാരെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതെന്നാണ് പോലീസ് വിശദീകരണം. സ്ഥലത്ത് സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കം. വിവരങ്ങളുമായി ദേവൻ MP ചേരുകയാണ്. ദേവൻ, ഏകദേശം 3 ദിവസത്തോളമായി അവിടെ നിരാഹാര സമരത്തിലാണ്. ഇതിപ്പോൾ വലിച്ചു കൊണ്ടുപോകുന്നു പോലീസ് എന്നുള്ളൊരു ആക്ഷേപമാണ് സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലിനിഷ, തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെ PSC നിയമനങ്ങളിൽ കാലതാമസം നേരിടുന്നു ആരോപിച്ചുകൊണ്ടാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ 29 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തന്നെ ഈ സമരം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന വളർമതി ടീച്ചർ തന്നെ 4 ദിവസമായി ഇവിടെ നിരാഹാര സമരം തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെ ഈ സമരത്തിന്റെ ഭാഗമായി തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് തന്നെ ഒരു മനുഷ്യച്ചങ്ങല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലായി തീർക്കുന്നതടക്കമുള്ള സമരപരിപാടികൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പോലീസ് വളരെ ഈ നിരാഹാരം ഇരിക്കുന്ന ഉദ്യോഗാർത്ഥി ഇവിടെ നിന്നും ബലമായി നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഈ സമരക്കാർ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി പോലീസും ഒപ്പം തന്നെ ഡോക്ടറും അടങ്ങുന്ന സംഘം ഇവിടെ എത്തിക്കൊണ്ട് തന്നെ ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആളുടെ വൈദ്യപരിശോധന എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ നേരിയ തോതിൽ പോലീസും ഒപ്പം തന്നെ സമരക്കാരും തമ്മിൽ നേരിയ തോതിൽ ഒരു വാക്കേറ്റം ഉണ്ടായി. ഇത് എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും സമരം അവസാനിപ്പിക്കില്ല, സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായുള്ള ഭാരവാഹി ഒരാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പോലീസ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തികച്ചും അതായത് ഇന്ന് സമരം തുടങ്ങിയിട്ട് 28ാം ദിവസമാണെങ്കിലും നിരാഹാരം തുടങ്ങിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പൊ ആദ്യത്തെ ദിവസം ഗവൺമെന്റ് സംവിധാനങ്ങൾ വന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിപ്പോയി. പിന്നെ 2 ദിവസം അവരെ കണ്ടതേ ഇല്ല. പിന്നെ ഞങ്ങൾ ഒരു മനുഷ്യചങ്ങല പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോഴാണ് അവർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നതും. ഇത് പിന്നെ അവരെ 2ാം ദിവസം കാണാതായത് മുതൽ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് ഡോക്ടേഴ്സിനെ വരുത്തിക്കൊണ്ട് ഇവിടെ ഡ്രിപ്പ് കൊടുത്തിരുന്നു. അതായത് കനലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇവർ പറയുന്നത് ഈ റോഡരികിൽ കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. 2 ദിവസം ഞങ്ങളോട് കൊടുത്തു. ഇന്ന് മുതൽ എന്താണ് കൊടുക്കാതിരിക്കാൻ പുതിയ സയൻസിൽ ഇന്ന് മുതൽ ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊരു ചതിയാണ്. കാരണം നാളെ ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യചങ്ങല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മലയാളികളായ എല്ലാവരും അണിനിരക്കുമെന്ന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രവർത്തനത്തെ, അതായത് സമരത്തെ തകർക്കുക എന്നതാണ് ഭരണാധികാരികളുടെ ഗൂഢതന്ത്രം. അപ്പൊ അതിന് പൊതുബോധമുള്ള മലയാളികൾ വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ ഇവിടെ വിട്ടുകൊടുക്കില്ല എന്നാണ്. ഒരു ടീച്ചറെ കൊണ്ടുപോയാൽ പകരം 100 ടീച്ചർമാർ ഈ തെരുവിൽ ഈ മഴയത്ത് ഞങ്ങൾ കടക്കുമെന്നാണ് ഞങ്ങൾക്ക് സമരസമിതിക്ക് വേണ്ടി അറിയിക്കാനുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടായെങ്കിൽ പോലും സമരം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഏതായാലും നാളെ ഈ മനുഷ്യച്ചങ്ങല അടക്കമുള്ള സമരപരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. അത് നാളെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമരത്തെ ഏതെങ്കിലും രീതിയിൽ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് അതിനെ എതിർക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നതെന്നാണ് സമരക്കാർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ട്രിപ്പ് അടക്കമുള്ള ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ സമരക്കാർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഭാരവാഹി വ്യക്തമാക്കിയതുപോലെ തന്നെ അവർ തന്നെ ഡോക്ടറിനെ ഇവിടെ എത്തിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് നിരാഹാര സമരം തുടരുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഇടപടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആരെങ്കിലും തന്നെ ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് അക്കാര്യത്തിൽ അവർ ഉന്നയിക്കുന്നതും. ഏതായാലും ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായ ആ ഒരു ശ്രമത്തെ അവർ അവിടെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സമരം അവസാനിപ്പിക്കാൻ നീക്കമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ നിരാഹാര സമരം തുടരുന്ന വളർമതി ടീച്ചർ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? ഉറപ്പായിട്ടും. ഞാൻ ഇവിടെ ഫുട്പാത്തിൽ എന്റെ ആഗ്രഹം കൊണ്ട് വന്ന് കിടക്കാൻ വന്ന ആളല്ല. അനീതിക്കെതിരെ ബോധ്യദാനായിട്ട് വന്നതാണ്. നിരാഹാരം മാത്രമല്ല, മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാൻ തന്നെ തീരുമാനിച്ച് ഉറച്ചു വന്നതാണ്. എന്റെ ആരോഗ്യത്തില് ഭരണകൂടത്തിനും സിസ്റ്റത്തിനൊക്കെ ഇത്ര ശുഷ്കാന്തി ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. കാരണം ആദ്യത്തെ ഒരു ദിവസം അവിടുന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചു. മറ്റ് 2 ദിവസങ്ങളിലും പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല. തുടർന്ന് ഞങ്ങൾ പ്രൈവറ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ ഇട്ട് സോഡിയൊക്കെ കയറ്റി ഒക്കെ ഓക്കെയാണ്. ഇന്ന് രാവിലെ അത് ചെയ്തു. രാവിലെ അത് കഴിഞ്ഞ ശേഷമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചു. അപ്പോൾ ഷുഗർ ഇത് 2 ഓക്കെ ആണെന്ന് പറഞ്ഞു. വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അന്നേരം ഇവർ എന്നെ പൊക്കിക്കൊണ്ടു പോകാനാണ് നിന്നത്. ഇവിടെ മറ്റുള്ളവരൊക്കെ തടഞ്ഞതുകൊണ്ട് മാത്രം ആർക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. നാളെ നമ്മൾ വലിയൊരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് പൊളിക്കാനുള്ള പദ്ധതിയായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരം വന്നിട്ടും ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഷുഗർ ഡൗൺ ആണ്,
ഷുഗർ ഡൗൺ ആണ്, ഹോസ്പിറ്റലൈസ് ചെയ്തേ പറ്റൂ, ഇവിടെ നിന്ന് ട്രിപ്പ് ഇടാൻ പറ്റില്ല എന്നാ പറയണേ. ഇവിടെ ഈ മഴയും കൊണ്ട് 3 ദിവസം ഞാൻ ഇന്നത്തോടെ 4ാമത്തെ ദിവസം ഇവിടെ കിടക്കുമ്പോ ഈ പറയുന്ന എടുത്ത് മാറ്റി പറഞ്ഞാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശരി, എന്തായാലും നാളെ മനുഷ്യ ചങ്ങല അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.